ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം കുറച്ച് ദിവസം മുന്നേ എനിക്ക് കുറച്ച് ഹൈഫിൻ്റെ പ്രോഡക്റ്റ്സ് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തു. കുറച്ച് നാളായിട്ട് കാട്ടിലിട്ട് വെച്ചതാണ്, വാങ്ങണമെന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. ബട്ട് ഫൈനലി ഐ ഗോട്ട് ദിസ് പ്രോഡക്റ്റ്. അപ്പോൾ ഞാൻ ഓർത്തു 2-3 ദിവസമായിട്ട് ഞാൻ അത് യൂസ് ചെയ്യുന്നു. ഞാൻ അൺബോക്സിങ് വീഡിയോ എടുത്തിരുന്നു, പക്ഷേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. അതിൻ്റെ കുറച്ച് ഷോർട്സ് ഞാൻ ഇതിൻ്റെ കൂടെ ഇടാം. അപ്പോൾ ഒരു 3 ദിവസമായിട്ട് ഞാൻ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇതിന് എൻ്റെ ഒരു ഒപ്പീനിയൻ ഇത് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് ഓർത്തു. എൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഇതിൻ്റെ ക്രീം സാധനങ്ങളൊക്കെ വരുന്നത്, അതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെ അപ്ലൈ ചെയ്താൽ എന്താ തോന്നുന്നത്. ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ അറിയണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 2-3 വീക്സ് എങ്കിലും യൂസ് ചെയ്യണം. ഒരു 3 വീക്സ് യൂസ് ചെയ്തിട്ട് ഞാൻ എന്തായാലും എൻ്റെ റിവ്യൂ പറയുന്നതായിരിക്കും. പക്ഷേ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ടല്ലോ, എങ്ങനെയാണ് ഇപ്പം യൂസ് ചെയ്തിട്ട് എന്താ തോന്നുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് ഓർത്തു. ഓക്കെ, സോ കമ്മിങ് ടു ദ പ്രോഡക്റ്റ്. ഫസ്റ്റ് വരുന്നത് ഈ റെറ്റിനോളിൻ്റെ ഒരു സിറോ ആണ്. 0.1% റെറ്റിനോൾ. ഒരു ഗ്രീനിഷ് കളറാണ് കാണാൻ പറ്റുന്നത്, ഒരു ലൈറ്റ് ഗ്രീൻ ഫ്ലൂറസെൻറ്റ് ഗ്രീൻ കളറാണ് ഈ റെറ്റിനോളിൻ്റെ സിറം വരുന്നത്. ഈ ഹൈഫിൻ്റെ പ്രോഡക്റ്റൊക്കെ കുറച്ചുകൂടി കളർഫുള്ളാണ്. സാധാരണ ഞാൻ കണ്ടിരിക്കുന്ന ക്രീംസും ഓയിൻമെൻറ്റ്സ് സിറം ഒക്കെ ഒന്നിക്കിൽ വൈറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ വാട്ടറി ആയിരിക്കും, അല്ലെങ്കിൽ ഓഫ് വൈറ്റ് ആയിരിക്കും. ദിസ് ഇസ് ലിറ്റിൽ ഡിഫറെൻറ്റ്. ഇത് അവരുടെ ഡബിൾ ഷോട്ട് റേഡിയൻസ് ലിഫ്റ്റ് സിറമാണ്. ഡബിൾ ഷോട്ട് ഇത് മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാനാണ് പറയുന്നത്. മിക്സ് ചെയ്യുമ്പം ഒരു ലൈറ്റ് ഒരു മാംഗോ യെല്ലോ ഇല്ലേ, അതുപോലത്തെ ഒരു കളറാവും. സോ നമ്മൾ വാട്ടറി ആണോയെന്ന് വെച്ചാൽ വാട്ടറി അല്ല, ഓയിലി ആണോയെന്ന് വെച്ചാൽ ഓയിലി അല്ല. സോ ഇൻ ബിറ്റ്വീനാണ്. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഇത് ഈ നിൽക്കില്ല ഫേസിൽ, അങ്ങനെ അങ്ങോട്ട് അബ്സോർബ് ആവുന്നുണ്ടോ എനിക്കൊരു ഡൗട്ട് തോന്നാറുണ്ട്. ഒരു 3 വീക്സ് നോക്കിയിട്ട് ഞാൻ എന്തായാലും ഡീറ്റെയിൽഡ് റിവ്യൂ പറയുന്നതായിരിക്കും. ആൻഡ് അടുത്ത പ്രോഡക്റ്റ് ഈസ് ദിസ് പവർ പെപ്റ്റൈഡ് കോക്ടെയിൽ സിറം. ഇത് ഇച്ചിരി കുറച്ചുകൂടെ വിസ്കസ് ആണ്, അതായത് കുറച്ചുകൂടെ ഒരു കട്ടിയുള്ള ഒരു വാട്ടറി ബ്ലൂയിഷ് കളറാണെങ്കിൽ നമ്മൾ പുറത്തോട്ട് വരുന്ന സമയത്ത് ഒരു ലൈറ്റ് ഒരു വെള്ളം പോലെയാണുള്ളത്, ഒരു വാട്ടറി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഇത് കുറച്ചുകൂടെ അത്ര എന്താ പറയുക ഭയങ്കര കട്ടിയില്ല, പക്ഷേ കുറച്ച് കട്ടിയുള്ളൊരു സിറം അങ്ങനെയാണ് വരുന്നത്. സോ ഇതാണ് 4ാമത്തെ പ്രോഡക്റ്റ്, ടിൻറ്റഡ് ലിപ് ബാം. ഇത് പെപ്റ്റൈഡ്സ് ഒക്കെ വരുന്ന ഒരു ലിപ് ബാമാണ്. 10 ഗ്രാമാണുള്ളത്. ഇതിൻ്റെ പ്രൈസ് എത്രയാണ്? അവരുടെ വെബ്സൈറ്റിലുള്ള 399 എങ്ങാണ്ട. ഇത് നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഒരു ലൈറ്റ് ഒരു ന്യൂഡ് ഷെയ്ഡ് പോലെ കാണും. പക്ഷേ ലിപ്പിൽ അപ്ലൈ ചെയ്യുമ്പം അങ്ങനെ ന്യൂഡ് ഷെയ്ഡ് ഭയങ്കര വെളിച്ചുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഷെയ്ഡ് തോന്നുന്നല്ലാതെ അങ്ങനെ ഒരു ലിപ്പിന് കളറൊന്നും നൽകുന്നില്ല. പക്ഷേ മോയ്സ്ചറൈസിങ് എന്നുള്ള രീതിയിൽ വളരെ നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇപ്പോൾ നല്ല ക്ലൈമറ്റൊക്കെ കുറച്ചുകൂടെ തണുപ്പാണ്, പക്ഷേ സ്റ്റിൽ ആ ഒരു മോയ്സ്ചറൈസിങ് പ്രോപ്പർട്ടി അതിനുണ്ട്. ഒരു 12 hours ഒക്കെ ലാസ്റ്റ് ചെയ്യുന്നതായിട്ട് തോന്നി. സോ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ, അതായത് യൂസ് ചെയ്തിട്ട് എത്രത്തോളം എഫക്റ്റീവ് ആണ്, സ്കിന്നിൽ എന്തൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ടെന്നുള്ളത് ഒരു 3 വീക്സ് ആയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.